ചരിത്ര വിജയം നേടി ബി.ജെ.പി. മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് വിജയത്തോടെയാണ് ബി.ജെ.പിയുടെ സൗരവ് തപ്ലിയാൽ ഡെറാഡൂൺ മേയറായത്. ഡെറാഡൂൺ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ സൗരവ് തപ്ലിയാൽ 2,41,778 വോട്ടുകൾ നേടി വിജയിച്ചിരിക്കുന്നു. കോൺഗ്രസിൻ്റെ വീരേന്ദ്ര സിംഗ് പൊക്രിയാലിനെ പരാജയപ്പെടുത്തി അദ്ദേഹത്തിന് 1,36,483 വോട്ടുകളാണ് ലഭിച്ചത്. അതായത് 1,00,000 മേലെ ഭൂരിപക്ഷം നേടിക്കൊണ്ടാണ് ഈ കോർപ്പറേഷൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കുന്നത് ബി.ജെ.പി. സ്ഥാനാർത്ഥി. 4,15,000 വോട്ടുകളാണ് രേഖപ്പെടുത്തിയത്. ചരിത്രപരമായ വിജയത്തിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥി സൗരവ് തപ്ലിയാൽ ഡെറാഡൂൺ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ഇത് ഡെറാഡൂൺ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമാണ് എന്നതാണ് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് കാണുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. 27 മണിക്കൂർ നീണ്ട വോട്ടെണ്ണൽ പ്രക്രിയയ്ക്ക് ശേഷം പ്രഖ്യാപിച്ച ഫലങ്ങൾ ഈ മേഖലയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ബി.ജെ.പിയുടെ ആധിപത്യം ഉറപ്പിച്ചിരിക്കുന്നു. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വോട്ടെടുപ്പായിരുന്നു. ഡെറാഡൂൺ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഗണ്യമായ പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. 4,15,000 വോട്ടുകൾ രേഖപ്പെടുത്തിയിരുന്നു. സൗരവ് തപ്ലിയാൽ 2,41,778 വോട്ടുകൾ നേടി വിജയിച്ചു. തൻ്റെ ഏറ്റവും അടുത്ത എതിരാളിയായ കോൺഗ്രസ് സ്ഥാനാർത്ഥി വീരേന്ദ്ര സിംഗ് പൊക്രിയാലിനെ 1,36,483 വോട്ടുകൾ മാത്രം നേടാൻ മാത്രമേ അദ്ദേഹത്തിന് കഴിഞ്ഞുള്ളൂ. 1,05,000 വോട്ടിൻ്റെ ഈ വിജയ ഭൂരിപക്ഷം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിൽ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വച്ച് ഏറ്റവും ഉയർന്ന വിജയമായി കണക്കാക്കിയിരിക്കുന്നു. മുനിസിപ്പൽ കോർപ്പറേഷനിലും ബി.ജെ.പിക്ക് പൂർണ്ണ ഭൂരിപക്ഷമാണ് ലഭിച്ചത്. മേയർ സ്ഥാനത്ത് മാത്രം ഒതുങ്ങി നിന്നില്ല ബി.ജെ.പിയുടെ വിജയം. മുനിസിപ്പൽ കോർപ്പറേഷനിൽ 100 വാർഡുകളിൽ 64 എണ്ണം നേടി പാർട്ടി പൂർണ്ണ ഭൂരിപക്ഷം നേടിയിരിക്കുന്നു. ഈ വൻ വിജയം ബി.ജെ.പിക്ക് സ്വന്തം ശക്തിയിൽ ബോർഡ് രൂപീകരിക്കാൻ അവസരമൊരുക്കിയിരിക്കുകയാണ്. ഡെറാഡൂണിൽ അവരുടെ സ്വാധീനം കൂടുതൽ ഉറപ്പിച്ചിരിക്കുന്നു. മറുവശത്ത് കോൺഗ്രസ് ആണെങ്കിൽ 23 വാർഡുകളാണ് നേടിയത്. 13 വാർഡുകൾ സ്വതന്ത്ര സ്ഥാനാർത്ഥികളും നേടിയിരുന്നു. 2,924 വോട്ടർമാർ നോട്ടയ്ക്കാണ് വോട്ട് ചെയ്തത്. ഇപ്പോഴത്തെ ഈ ഒരു നേട്ടം, ഇപ്പോഴത്തെ ഈ ഒരു വലിയൊരു വിജയം അത് ബി.ജെ.പി. സംബന്ധിച്ചിടത്തോളം നിർണായകമായിട്ടുള്ള ഒരു വമ്പൻ നേട്ടമായി മാറിയിരിക്കുന്നു എന്ന കാര്യമാണ് യാഥാർത്ഥ്യമെന്ന് പറയുന്നത്. അതായത് സൗരവ് തപ്ലിയാലിൻ്റെ വിജയം ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഒരു സുപ്രധാന നേട്ടമായി കണക്കാക്കപ്പെടുന്നു. ഇത് പാർട്ടിയുടെ ശക്തമായ സംഘടനാ കഴിവുകളെയും വോട്ടർമാരുമായി ബന്ധപ്പെടാനുള്ള കഴിവിനെയും പ്രതിഫലിപ്പിക്കുന്നു. വികസനത്തിലും പ്രാദേശിക പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചായിരുന്നു തപ്ലിയാലിൻ്റെ പ്രചാരണം മുഴുവനും. ഇത് വോട്ടർമാരെ ആകർഷിക്കുകയും അദ്ദേഹത്തിൻ്റെ വൻ വിജയത്തിന് കാരണമാവുകയും ചെയ്തു. 13 വാർഡുകളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ വിജയവും ഉണ്ടായിരുന്നു. ഡെറാഡൂണിലെ കോൺഗ്രസ് പാർട്ടിയുടെയും മറ്റു രാഷ്ട്രീയ സ്ഥാപനങ്ങളുടെയും ഭാവിയെക്കുറിച്ചുള്ള ചർച്ചകൾക്കും തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ തുടക്കമിട്ടിട്ടുണ്ടായിരുന്നു. കോൺഗ്രസിന് ഗണ്യമായ വോട്ടുകളും വാർഡുകളും നേടാൻ കഴിയാത്തത് ഈ മേഖലയിലെ അവരുടെ തന്ത്രത്തെയും നേതൃത്വത്തെയും കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തുന്നു. അതേസമയം 13 വാർഡുകളിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ വിജയം പരമ്പരാഗത പാർട്ടി സ്ഥാനാർത്ഥികൾക്ക് പകരം വോട്ടർമാർ മത്സരിക്കുന്ന പ്രവണത വർദ്ധിച്ചു വരുന്നതായി സൂചിപ്പിക്കുന്നു. ഡെറാഡൂണിന്റെ പുതിയ മേയർ എന്ന നിലയിൽ തന്റെ പ്രചാരണ വേളയിൽ നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നതിനും വോട്ടർമാരുടെ പ്രതീക്ഷകൾ നിറവേറ്റുന്നതിനുമുള്ള വെല്ലുവിളിയാണ് സൗരവ് തപ്ലിയാൽ നേരിടുന്നത്. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ വിജയം ഡെറാഡൂണിന്റെ രാഷ്ട്രീയ രംഗത്ത് ഒരു പുതിയ മാനദണ്ഡമാണ് സൃഷ്ടിച്ചു എന്നതിൽ ഒരു സംശയവുമില്ല. കൂടാതെ അദ്ദേഹത്തിന്റെ കാലാവധി വളരെ നീണ്ടതുമായിരിക്കും. ഈ ഒരു വമ്പൻ നേട്ടത്തിലൂടെ ഡെറാഡൂണിലെ ബി.ജെ.പിയുടെ പ്രബല ശക്തിസ്ഥാനം വീണ്ടും ഉറപ്പിച്ചിരിക്കുകയാണ്. 2025 ഡെറാഡൂൺ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് സൗരവ് തപ്ലിയാലിൻ്റെ ഈ ഒരു റെക്കോർഡ് വിജയത്തിന് മാത്രമല്ല, പ്രദേശത്തിൻ്റെ രാഷ്ട്രീയ ചലനാത്മകതയിലെ ഗണ്യമായ മാറ്റത്തിനും ഓർമ്മിക്കപ്പെടും. ഡെറാഡൂണിൽ ബി.ജെ.പിയുടെ പ്രബല ശക്തിസ്ഥാനം വീണ്ടും ഉറപ്പിച്ചിരിക്കുകയാണ്. ഭാവിയിലെ രാഷ്ട്രീയ മത്സരങ്ങൾക്ക് വേദിയൊരുക്കുകയാണ് ഇത്. എന്തായാലും ഈ ഒരു വിജയം ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു നേട്ടം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അത് മാത്രമല്ല, ഡെറാഡൂണിലെ ഈ ഒരു വമ്പൻ വിജയം, അതായത് റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത ഒരു വമ്പൻ വിജയമായിരുന്നു ഡെറാഡൂണിൽ ബി.ജെ.പി ആ ഒരു നേടിയെടുത്ത വിജയമെന്ന് പറയുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അത് വളരെ വലിയൊരു തിരിച്ചടിയായി മാറിയ ഒരു കാര്യമാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ലാതെ പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്.